കാക്കനാട് ജില്ലാ ജയിലിലെ വിവാദ വിരുന്നിലെത്തിയത് വിരമിച്ച ഉദ്യോഗസ്ഥർ ക്ഷണിച്ചിട്ടാണെന്ന് വിരുന്നിൽ പങ്കെടുത്തവർ. ജയിലിനുള്ളിൽ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു. ക്ഷണിച്ചിട്ട് എത്തിയതുകൊണ്ടാണ് അഡ്രസ് നൽകാതിരുന്നത് എന്നും ആരോപണ വിധേയർ പറയുന്നു. രേഖകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് നമ്മൾ അവിടെ ക്ഷണിച്ചിട്ട് ചെല്ലണേന്. അതായത് നമ്മളെ വെൽഫെയർ ഓഫീസറിൻ്റെ പുള്ളി വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ക്ഷണിച്ചിട്ട് ചെല്ലണേ. ഞങ്ങൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ അപ്പം ഈ വീഡിയോ എടുക്കുകയും ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ള അറിയില്ലായിരുന്നു. വിരമിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മളെ അദ്ദേഹത്തിനൊരു യാത്രയപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പോയത്. പക്ഷേ ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഈ ആരോപണ വിധേയരുടെ വിശദീകരണം എന്താണ്? അനീഷ, കഴിഞ്ഞ ദിവസമായിരുന്നു കാക്കനാട് ജില്ലാ ജയിലിൽ ഒരു വിരമിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഒരു ചടങ്ങിൽ, വിരമിക്കൽ ചടങ്ങിൽ പുറത്തുനിന്നുള്ള ആളുകൾ പങ്കെടുത്തു എന്ന സംഭവം ഉണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പങ്കെടുത്തത് എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിൽ DGP ജയിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്തതാണ്. മാത്രമല്ല, ജയിലിനകത്ത് റീൽസ് ചിത്രീകരിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി. ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അടക്കമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ജയിൽ DGP നടത്തിയത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി ആരോപണ വിധേയർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, തങ്ങൾക്ക് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിച്ചത് അത് തെറ്റാണ് എന്ന് തങ്ങൾക്ക് അറിവില്ലായിരുന്നു. റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് അറിയാതെയാണ് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഈ വിരമിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവർ ക്ഷണിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഈ ക്ഷണിച്ചിട്ട് എത്തിയത് കൊണ്ട് തന്നെ ആധാർ കാർഡോ മറ്റോ ഒന്നും സമർപ്പിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഡ്രസ് എഴുതി എടുത്തിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്ഷണിച്ചിട്ട് എത്തിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഈ നിലവിൽ ഈ പങ്കെടുത്ത ആളുകൾക്ക് ആർക്കെതിരെയും ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നും, ഒരു ആരോപണങ്ങളൊന്നും തന്നെ തങ്ങൾക്കെതിരെ ഇല്ലാത്ത ആളുകളാണ് തങ്ങളെന്നുമാണ് ഇവർ ആരോപണ വിധേയർ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദമാക്കി ഇന്ന് അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഒരു വിശദീകരണത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്.